നീ എന്താ ഈ വേഷത്തില്? ഇപ്പോ കുറച്ചു ദിവസമായിട്ട് പകൽ ഈ വേഷത്തിലാ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ചെന്ന് കയറുന്നതും പഴയ കോളേജ് സ്റ്റുഡൻ്റായി. പകൽ മുഴുവൻ ഈ ജോലിയും. 2-3 ഡ്രസ് ചേഞ്ചും ഡബിൾ റോളും ഒക്കെ ലൈഫ് വലിയ ബോറില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ. എന്തിനപ്പോ നീ ഇങ്ങനെയൊക്കെ? എന്തിയാ, കുറച്ചു നാൾ കൂടി നല്ല കുട്ടിയായി നടന്നോളാന്ന് വാക്ക് കൊടുത്തു പോയി അമ്മയ്ക്ക്. പക്ഷെ പഴയ അപൂർവയായി ഇനി കോളേജിലേക്ക് വരാനും പറ്റില്ലല്ലോ. പിന്നെ ഇത്രയേ ഉള്ളൊരു മാർഗം. പകൽ മുഴുവൻ പാർക്കിൽ പോയി ചുമ്മാതിരിക്കുമായിരുന്നു. ആ ബോറടി മാറ്റം വെറുതെ കണ്ടുപിടിച്ചൊരു ജോലിയാ. ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭാവിയിലായാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിച്ച് ശീലിക്കണമല്ലോ. അപ്പൊ ഇതൊരു ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ആന്റി അങ്കിളും? അമ്മയ്ക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ വീപ്പിക്കൊന്നും അറിയില്ല. അമ്മ ബ്രെയിൻ വാഷ് ചെയ്ത് എന്റെ മനസ്സ് മാറ്റി നല്ല കുട്ടിയാക്കിയെന്നാ പാവം വിശ്വസിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ശാന്തതയുണ്ട് വീട്ടില്. പക്ഷെ ഈ സമാധാനവും സന്തോഷമൊന്നും അധിക നാൾ നീണ്ടു നിൽക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമാണ്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും. ഓർത്തു നോക്കിയാ എന്തൊരു തമാശയാണ് നമ്മുടെ വീട്ടുകാരുടെ കാര്യം. സത്യം പറഞ്ഞതിന് അടിയും കുറ്റപ്പെടുത്തലും വീട്ടുതടങ്കലൊക്കെയാ ശിക്ഷ. പക്ഷെ കള്ളം പറഞ്ഞ് അവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുമ്പോൾ എന്ത് സ്വീകാര്യതയും വിശ്വാസമാണ് നമ്മളെന്ന് ഉദ്ദേശിച്ചത് എന്റെ കാര്യം കേട്ടോ. അപ്പോ എത്ര നാള് നിനക്കിങ്ങനെ? എന്തെങ്കിലും ഒരിക്കല് പിടിക്കപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവർക്കും ആവശ്യം താൽക്കാലികമായ ആശ്വാസമാണ്. അപ്പൊ പിന്നെ എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല മാഡു. അല്ല, നീ എന്തോ ഡിപ്രഷനിലായിരുന്നെന്നൊക്കെ കേട്ടു. എന്താ സംഭവം? എന്തായിരിക്കും എന്റെ ഡിപ്രഷന്റെ കാരണമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അപ്പോ നീ പറഞ്ഞത് ശരിയാ. എത്ര പറഞ്ഞിട്ടും നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്കെന്തോ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെന്നാ വീട്ടുകാരുടെ കണ്ടെത്തൽ. മുത്തശ്ശിയുടെ വക ഹോമവും പരിഹാരവും മന്ത്രവും പൂജയും ഒന്നും പറയണ്ട. ഭ്രാന്ത് പിടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? രക്ഷകനായിട്ട് പുതിയൊരു അവതാരം ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഡോക്ടർ ജോബൻ. അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ആള് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെയാ സംസാരിച്ചത്. ഇനി വല്ല സ്നേഹപാരിയാണോന്ന് കണ്ടറിയണം. അയാൾ എന്നെ ഈ വേഷത്തിലാ കണ്ടത്. കോളേജിൽ പോവാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്ന കാര്യം അയാൾ ഇനി അച്ഛന്റെ ചെവിയിൽ എത്തിക്കുമെന്ന് കണ്ടറിയണം. ഡോക്ടർ അങ്ങനെയൊന്നും ചെയ്യില്ല. ആള് പാവ. വളരെ സിൻസിയറായിട്ടാ എനിക്ക് തോന്നിയത്. അതെത്ര കൃത്യമായിട്ട് നിനക്കിങ്ങനെ അറിയാം? ഇതുപോലെ പാവമാണെന്നും സിൻസിയർ ആണെന്നും പറഞ്ഞു നടന്ന അരുൺ പാക്കറിന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഡോക്ടർ ഒരിക്കലും അരുണിനെ പോലെയല്ല. അയാള് വളരെ ജെനുവിനാ. നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എനിക്കും അങ്ങനെയാ തോന്നിയത്. VPയെയും അമ്മയൊക്കെ യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നാ അയാൾ എന്നോട് പറഞ്ഞത്. പക്ഷെ അതൊക്കെ എത്രമാത്രം സാധ്യമാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒക്കെ നടക്കും. അപ്പോ തൽക്കാലം നീ ഡോക്ടർ ജോബിൻ പറയുന്ന പോലെ തന്നെ കേൾക്ക്. നീയും അയാളുമായിട്ട് നല്ല ഫ്രണ്ട്സ് ആയില്ലേ? നീ എന്താ ചോദിച്ചേ? ഒന്നുമില്ല. നീ ഇന്നു മുതൽ കോളേജിൽ പോയി തുടങ്ങുന്ന കാര്യം അയാൾ എന്നോട് പറഞ്ഞു. കേട്ടപ്പോ നിന്നെ വഴിയിൽ എവിടെയെങ്കിലും നിന്നൊന്ന് കാണണമെന്ന് തോന്നി. പക്ഷെ നീ എന്നെ കാണുമെന്ന് വിചാരിച്ചില്ല. വിളിച്ചപ്പോ ആദ്യം നിർത്താതെ പോവാനാ തോന്നിയത്. അങ്ങനെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാൻ നിനക്ക് പറ്റുമോ? അപ്പോ നീ ഈ ജോലിയൊക്കെ മതിയാക്കി നാളെ മുതൽ കോളേജിൽ വരാൻ നോക്ക്. പഠിക്കണ്ടേ നിനക്ക്? പഠിക്കണം. പക്ഷെ കോളേജിലേക്ക് ഞാൻ ഉടനെ ഇല്ല. തൽക്കാലം ഈ വേഷത്തിൽ കുറച്ചുനാൾ തുടരാൻ തന്നെ തീരുമാനം. അതിനുള്ളിൽ എന്റെ കാര്യത്തിൽ VPയുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം. എന്നാ ഞാൻ പോട്ടെ. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ കാണാം. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അല്ലെങ്കിൽ വേണ്ട. ഇനി അത് നിന്റെ അരുൺ പാക്കറിനോ ആരെങ്കിലും നിന്റെ അച്ഛൻ്റെ ചെവിയിൽ എത്തിച്ചാ വീണ്ടും അടുത്ത പ്രശ്നവും. എന്നാ പോയിക്കോ.
മാളു, ഉം. നീ പറഞ്ഞത് ശരിയാട്ടോ. ആ ഡോക്ടർ ആള് ജെനുവിനാ. വിശ്വസിക്കാൻ തോന്നുന്നു. പൊയ്ക്കോ.